ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത് ചിന്തകളാണ്. ഈ ലോകത്തെ ലോകമായി നിർത്തിയിരിക്കുന്നത് പോലും ചിന്തകളാണ്. എന്ന് വെച്ചാൽ മനസ്സിലുണ്ടാകുന്ന ഓരോ പിക്ചറുകളാണ് പിന്നീട് ഇവിടെ യാഥാർത്ഥ്യമായി വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഗൗരവമേറിയ കാര്യം, മറ്റൊരാൾ നമ്മെക്കുറിച്ച് എന്ത് ചിന്തിക്കും എന്നനുസരിച്ചല്ല നമ്മൾ ജീവിക്കേണ്ടുന്നത്. നമ്മളിൽ പലരുടെയും പ്രശ്നം, മറ്റുള്ളവൻ എന്ത് ചിന്തിക്കും, അങ്ങനെ 100 പേർ എന്ത് ചിന്തിക്കും എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിച്ച് ആധി പിടിച്ച് നടക്കുകയാണ് നമ്മളിൽ പലരും. വാസ്തവത്തിൽ മറ്റുള്ളവൻ എങ്ങനെ ചിന്തിക്കും എന്നതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനേ കഴിയില്ല. അയാൾ എങ്ങനെ ആയിരിക്കുന്നുവോ അങ്ങനെ അയാൾക്ക് ചിന്തിക്കാൻ കഴിയൂ. നമുക്കൊരിക്കലും അയാളെപ്പോലെ ആകാനാവില്ലാത്തിടത്തോളം നമുക്ക് അയാൾ ചിന്തിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ പോലും ആവില്ല. ചിലർ നമ്മെക്കുറിച്ച് ചിന്തിക്കുന്നത് അവർ പ്രചരിപ്പിക്കാനും ശ്രമിക്കാറുണ്ട്. ഇതൊന്നും വാസ്തവത്തിൽ നമ്മുടെ അജണ്ടയേ അല്ല. അവകളെക്കുറിച്ച് കണ്ടും കേട്ടും ഇരിക്കുന്നതിനേക്കാൾ, അവരെന്ത് നമ്മളെക്കുറിച്ച് ചിന്തിക്കും എന്നതിനെക്കുറിച്ച് ആകുലപ്പെട്ടിരിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് നമ്മുടെ ചിന്തകൾ അപ്ലൈ ചെയ്യുവാൻ ശ്രമിക്കുന്നതാണ്. നമ്മുടെ ചിന്തകൾ ഫ്രീസറിൽ വെച്ച് തണുത്തുറയാൻ അനുവദിച്ചിട്ട് വല്ലവനും നമ്മെക്കുറിച്ച് എന്ത് ചിന്തിക്കും എന്ന് ആലോചിച്ച് തലപുണ്ണാക്കി ജീവിതം പാഴാക്കുന്നത് ഒരു കഷ്ടം തന്നെ. നമ്മൾ ഈ ലോകത്തിൽ നിന്ന് മടങ്ങിപ്പോകുന്നതിന് മുമ്പ് നമ്മുടെ മാത്രം ചിന്തകളിലുള്ള ചില കാര്യങ്ങൾ നമുക്കിവിടെ നടപ്പിലാക്കേണ്ടതായിട്ടുണ്ട്. ഞാനും നിങ്ങളുമെല്ലാം ഈ ലോകത്ത് യുണീക്ക് ആണെന്നറിയണം. ആ യുണീക്കായ നമുക്ക് ഈ ലോകത്തിൽ ചിലത് ചെയ്യാനുണ്ടെന്നറിയണം. നമ്മുടെ ചിന്തകൾ യുണീക്കാണ്. അതുകൊണ്ട് മറ്റുള്ളവൻ നമ്മെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്ന് ചിന്തിച്ചിരുന്ന് വെറുതെ നമ്മുടെ ചിന്തകളെ ഫ്രീസറിൽ വെച്ചിട്ട് മോർച്ചറിയിൽ മാറ്റുന്ന അനുഭവത്തിലേക്കായി പാഴാക്കി കളയരുതേ. ഏറ്റവും കൂടുതൽ ചിന്തകൾ ഉറങ്ങുന്ന സ്ഥലം ശ്മശാനമാണെന്ന് ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട്. കാരണം ആ ചിന്തകളൊക്കെ പാഴായിപ്പോയതാണ്, ഉപയോഗിക്കാൻ കഴിയാതെ പോയതാണ്. അതുകൊണ്ട് അല്പകാലമേ ഉള്ളൂ എന്നറിഞ്ഞ് അനാവശ്യ കാര്യത്തിന് വേണ്ടി എനർജി കളയാതെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന യുണീക്കായുള്ള ചിന്തകളെ പുറത്തു കൊണ്ടുവന്ന് ഈ ലോകത്തിൽ ചിലത് ചെയ്തു വച്ചേച്ച് നമുക്ക് മടങ്ങാം.